ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഈ ചാനലിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് IIT ജാം അല്ലെങ്കിൽ അതുപോലെ തന്നെ M.Sc ഫിസിക്സ് എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോസാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒപ്റ്റിക്സിലെ ഒരു ചെറിയൊരു സെക്ഷനാണ്. ഒപ്റ്റിക്സ് എന്ന് പറയുന്നത് കമ്പയർ ടു അതർ ടോപ്പിക്സ് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിൽ വരിക. ഫോർമുല ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും ചോദിക്കുക. അതായത് നമുക്കിപ്പോൾ ഫോർമുല ഓർമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ, വലിയൊരു തിയററ്റിക്കൽ നോളജിൻ്റെ ആവശ്യം നമുക്ക് ഇല്ല. അപ്പോൾ നമുക്ക് ടോപ്പിക്സിലോട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ആണ്. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും, ഡിഗ്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും നമ്മൾ എന്താണ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് എന്ന്. അപ്പം നമുക്ക് വളരെ ചെറിയ രീതിയിൽ ഇതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ഒരു സോഴ്സ് എടുക്കുക. സോഴ്സ് എന്ന് പറയുന്നത് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു സോഴ്സ്. ഞാനിവിടെ എസ് എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുമ്പിലായിട്ട് രണ്ട് സ്ലിറ്റ് S1 ആൻഡ് S2 എന്ന് പറയുന്ന രണ്ട് സ്ലിറ്റ് കൺസിഡർ ചെയ്യുക. അത് തൊട്ട് പുറകിലായിട്ട് ഒരു സ്ക്രീനാണ്. സ്ക്രീൻ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കിട്ടുന്ന പാറ്റേൺസിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എന്തെങ്കിലും ഒരു മെഷീൻസ് എന്തെങ്കിലും ആയിരിക്കും, ഒരു ഡിറ്റക്ടർ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ സ്ക്രീൻ എന്ന് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയും എക്സ്പെരിമെൻ്റൽ സെറ്റപ്പാണ് നമുക്ക് ആവശ്യം. അതിനുശേഷം ഓക്കെ, ഈ S1 ആൻഡ് S2 എന്ന് പറയുന്ന സെറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ D ആണ്. ഞാനിവിടെ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. സ്മോൾ ലെറ്റർ D എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിനെ നമുക്ക് സ്ലിറ്റ് സെപ്പറേഷൻ എന്നും കൂടി വിളിക്കാം. ഓക്കെ, അടുത്തതായിട്ട് ഈ സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ D എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ഇത്രയാണ് ഇതിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. ഇനി എക്സ്പെരിമെൻ്റ് എങ്ങനെ നടക്കുന്നത് നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് ഈ സോഴ്സിൽ നിന്ന് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ രണ്ട് ഡയറക്ഷനിലോട്ടും വേവ്സ് പോവും. അതിനുശേഷം S1 ആൻഡ് S2 ഈ രണ്ട് സെറ്റിലൂടെയും വേവ്സ് കടന്നു പോയിട്ട് ഈ റീജിയനിൽ ഇൻ്റർഫറൻസിന് വിധേയമായിട്ട് ഈ സ്ക്രീനിൽ വന്ന് പതിക്കും. ഈ സ്ക്രീനിലാണ് നമ്മുടെ ഡിറ്റക്ടർ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് എക്സ്പെരിമെൻ്റ് നടക്കുന്നത്. ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. ഈ സോഴ്സ് എസിൽ നിന്ന് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് രണ്ട് സ്ലിറ്റിലൂടെയും S1 ആൻഡ് S2 എന്ന് പറയുന്ന രണ്ട് സ്ലിറ്റിലൂടെയും വേവ്സ് കടന്നു പോയിട്ട് ഇൻ്റർഫറൻസിന് വിധേയമാവും. അതിനുശേഷം സ്ക്രീൻ S1 എന്ന് പറയുന്നത് നമുക്ക് പാറ്റേൺ അവിടെയാണ് ഫോം ചെയ്യുക. ഓക്കെ, ഇത്രയാണ് അതിൻ്റെ എക്സ്പെരിമെൻ്റ് നടക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇനി നമുക്ക് ഈ സ്ക്രീനിൽ നമ്മളൊരു ഡിറ്റക്ടർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡിറ്റക്ടറിൽ ഫോം ചെയ്യുന്നത് രണ്ട് തരത്തിലുള്ള ഫ്രിഞ്ചസ് ആയിരിക്കും, അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള പാറ്റേൺ ആയിരിക്കും ഇവിടെ ഫോം ചെയ്യുക. ഒന്ന് പറയുന്നത് ബ്രൈറ്റ് ഫ്രിഞ്ച്, മറ്റേത് പറയുന്നത് ഡാർക്ക് ഫ്രിഞ്ച്. അപ്പോൾ ഈ ബ്രൈറ്റ് ഫ്രിഞ്ചസ് ഇവിടെ ഫോം ചെയ്യുന്നത് കൺസ്ട്രക്റ്റീവ് രണ്ട് ഇൻ്റർഫറൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. ഒന്ന് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസും മറ്റേത് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസും. അപ്പോൾ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് മൂലം ഫോം ചെയ്യുന്ന ഫ്രിഞ്ചസ് ആണ് ബ്രൈറ്റ് ഫ്രിഞ്ചസ്, അല്ലെങ്കിൽ നമുക്ക് മാക്സിമ എന്നൊക്കെ പറയാം. മറ്റേ ഇൻ്റർഫറൻസ് ആണ് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. അപ്പോൾ ഈ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് മൂലം ഫോം ചെയ്യുന്ന ഫ്രിഞ്ചസ് ആണ് ഡാർക്ക് ഫ്രിഞ്ചസ്. ഓക്കെ, ഇങ്ങനെ ഈ രണ്ട് തരത്തിലുള്ള ഫ്രിഞ്ചസ് ആണ് നമ്മുടെ സ്ക്രീനിൽ ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഡാർക്ക് ഫ്രിഞ്ചസിന് ഞാനിവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ബോക്സ് ഷെയ്ഡ് ചെയ്ത റീജിയൻ ആയിട്ടാണ്. ഓക്കെ, ബ്രൈറ്റ് ഫ്രിഞ്ചസിന് ഞാനിവിടെ വൈറ്റ് സ്പേസിലാണ്. ഇതാണ് ബ്രൈറ്റ് ഫ്രിഞ്ചിനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള പാറ്റേൺ ആണ് ഈ സ്ക്രീനിൽ ഫോം ചെയ്യുക. ഇനി ഇതിൻ്റെ ഓർഡർ സ്ക്രീനിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഓർഡർ വരിക എന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഇപ്പം ഞാൻ ഈ മൗസ് കൊണ്ട് കാണിക്കുന്ന ഈ ഭാഗത്ത്, ഇതാണ് സ്ക്രീനിൻ്റെ സെൻറ്റർ. ഈ സ്ക്രീനിൻ്റെ സെൻട്രലായിട്ട് ഫോം ചെയ്യുന്നത് ബ്രൈറ്റ് ഫ്രിഞ്ച് ആയിരിക്കും. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു ഡാർക്ക് ഫ്രിഞ്ച് ഫോം ചെയ്യും. അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ബ്രൈറ്റ് ഫ്രിഞ്ച് ഫോം ചെയ്യും. അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഡാർക്ക് ഫ്രിഞ്ച് ഫോം ചെയ്യും. ഇതേ റിപ്പീറ്റേഷനാണ് താഴെ നടക്കുക. ഇങ്ങനെ ബ്രൈറ്റ് ഡാർക്ക് എന്ന ആൾട്ടർനേറ്റീവ്ലി ആയിട്ടായിരിക്കും താഴോട്ടും ഫോം ചെയ്യുക ഫ്രിഞ്ചസ്.
ഓക്കെ, അപ്പോൾ സെൻട്രലിൽ ഫോം ചെയ്യുന്നത് ബ്രൈറ്റ് ഫ്രിഞ്ച് ആണെന്ന് ഞാൻ പറഞ്ഞു. ഈ സ്ക്രീനിൻ്റെ സെൻട്രലിൽ എപ്പോഴും ബ്രൈറ്റ് ഫ്രിഞ്ചേ ഫോം ചെയ്യുള്ളൂ. അപ്പോൾ ഈ സെൻട്രലിൽ ഫോം ചെയ്യുന്ന ബ്രൈറ്റ് ഫ്രിഞ്ചിനെ നമ്മൾ സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ച് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഈ സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ചിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഡാർക്ക് ഫ്രിഞ്ച് ഫോം ചെയ്യും. ഇത് ഫസ്റ്റത്തെ ഡാർക്ക് ഫ്രിഞ്ച് ആയതുകൊണ്ട് തന്നെ നമ്മളതിനെ ഫസ്റ്റ് ഡാർക്ക് ഫ്രിഞ്ച്, ഞാനിവിടെ ആരോട്ട് കാണിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ഡാർക്ക് ഫ്രിഞ്ച് എന്നാണ് ഇതറിയപ്പെടുക. ഇതിൻ്റെ തൊട്ട് മുകളിൽ ഫോം ചെയ്യുന്നത് വീണ്ടും ഒരു ബ്രൈറ്റ് ഫ്രിഞ്ച് ആയിരിക്കും. അപ്പോൾ ഇത് ഫസ്റ്റ് ബ്രൈറ്റ് ഫ്രിഞ്ച് ആണ്. സെൻട്രലത്തെ നമ്മൾ കൂട്ടില്ല, അത് സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ച് ആണ്. അല്ലാതെ ഇതാണ് ഫസ്റ്റ് ബ്രൈറ്റ് ഫ്രിഞ്ച് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഫസ്റ്റ് ബ്രൈറ്റ് ഫ്രിഞ്ച് എന്ന് വിളിക്കും. ഓക്കെ, അതിന് മുകളിൽ വീണ്ടും ഡാർക്ക് ഫ്രിഞ്ച് വരും. അപ്പോൾ ഇത് സെക്കൻഡ് ഡാർക്ക് ഫ്രിഞ്ച് ആണ്. അപ്പോൾ ഇത് സെക്കൻഡ് ഡാർക്ക് ഫ്രിഞ്ച് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുകളിൽ വീണ്ടും ബ്രൈറ്റ് ഫ്രിഞ്ച് വരും. ഇത് സെക്കൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ച് എന്ന് അറിയപ്പെടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുകളിൽ വരുന്ന ബ്രൈറ്റ് ഫ്രിഞ്ച് ആണ് സെക്കൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ച്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതേപോലെ തന്നെയാണ് സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ചിൻ്റെ താഴോട്ടും ഫ്രിഞ്ചസ് ഫോം ചെയ്യുക. ഇതിന് പേരുകളും ഇത് മുകളിൽ കൊടുത്ത അതേ ഓർഡർ തന്നെ ആയിരിക്കും താഴോട്ടും വരിക. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഫ്രിഞ്ചസ് ഫോം ചെയ്യുക. ഇനി നമ്മൾ എക്സാമിന് എങ്ങനെയാണ് ചോദിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. എക്സാമിന് ഒരു ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ഈ ഫ്രിഞ്ചസിൻ്റെ പൊസിഷൻ, സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ചുമായിട്ട് ഇതിൻ്റെ പൊസിഷൻ എത്രയായിരിക്കും എന്നാണ് ചോദിക്കുക. ഇപ്പോൾ ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് സെക്കൻഡ് ഡാർക്ക് ഫ്രിഞ്ചിൻ്റെ പൊസിഷൻ എത്രയാണ്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എത്രയാണ് ഫ്രം സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ച്. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അല്ലെങ്കിൽ ഫസ്റ്റ് ബ്രൈറ്റ് ഫ്രിഞ്ചും സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ചും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്. ഇങ്ങനെയായിരിക്കും പൊതുവെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. പൊസിഷൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസ്, സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ചുമായിട്ടുള്ള മുകളിലത്തെ അല്ലെങ്കിൽ താഴത്തെയോ ബ്രൈറ്റ് ഫ്രിഞ്ചുകൾ ഫോം ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണ്, അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ എത്രയാണ്. അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസിൽ ഭൂരിഭാഗം ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ പ്രൂഫ് വരിക, എങ്ങനെയാണ് പൊസിഷൻ കണ്ടുപിടിക്കുക എന്ന് നമുക്ക് ഡിറൈവ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ബ്രൈറ്റ് ഫ്രിഞ്ചിൻ്റെ പൊസിഷൻ എങ്ങനെയാണ് കാണുക എന്നുള്ളത് നമുക്ക് ഡിറൈവ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ സ്ലിറ്റ് S1 വരുന്ന വേവ്സിൻ്റെയും സ്ലിറ്റ് S2 വരുന്ന വേവ്സും തമ്മിൽ പാത്ത് ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾക്ക് ടേം കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, പാത്ത് ഡിഫറൻസ് ഉണ്ട്. ആ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഞാനിവിടെ ഈ ഡിസ്റ്റൻസ് ആണ് ഞാനിവിടെ കാണിച്ചിരുന്നുണ്ട്. ഈ ഡിസ്റ്റൻസിനാണ് നമ്മൾ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത്. നമ്മൾ മാത്തമാറ്റിക്കലി അത് കണ്ടുപിടിക്കുന്നത് d sin θ എന്ന് പറയുന്ന ഫോർമുല വെച്ചിട്ടാണ്. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മൾ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത്. S1 S2 വരുന്ന രണ്ട് വേവ്സ് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ആണ് d sin θ. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൂഫിലോട്ട് കിടക്കുകയാണ്. ബ്രൈറ്റ് ഫ്രിഞ്ചിൻ്റെ പ്രൂഫാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞു പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് d sin θ ആണ്. അപ്പോൾ ബ്രൈറ്റ് ഫ്രിഞ്ചിൻ്റെ കേസിൽ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് n ടൈംസ് ലാംഡയാണ്. ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത് ആണ്. ഓക്കെ, അപ്പോൾ d sin θ n ലാംഡയാണ് ബ്രൈറ്റ് ഫ്രിഞ്ചിൻ്റെ കേസിൽ. n എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻറ്റിജർ ആണ്, 1 2 3 അങ്ങനെ വരും. ഓക്കെ, ഇനി നമ്മൾ സൈൻ തീറ്റയ്ക്ക് ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. നമ്മൾ വീണ്ടും ഫിഗറിലോട്ട് പോവാണ്. ഇവിടെ ഈ ആംഗിൾ തീറ്റയാണ്, ഈ ആംഗിളും തീറ്റയാണ്, രണ്ടും ഈക്വൽ ആംഗിൾസ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ സൈൻ തീറ്റ വളരെ സ്മോളാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ സൈൻ തീറ്റയ്ക്ക് ടാൻ തീറ്റൻ്റെ റിസൾട്ടാണ് കൊടുക്കുക. അപ്പോൾ ടാൻ തീറ്റ ഇസിക്കൽ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് yn ആണ്, അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ക്യാപിറ്റൽ ലെറ്റർ D. ഓക്കെ, അപ്പോൾ നമ്മൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ അവിടെ കൊടുക്കുകയാണ്. ടാൻ തീറ്റൻ്റെ സ്മോൾ ആയതുകൊണ്ട് നമ്മൾ സൈൻ തീറ്റ സ്മോൾ ആയതുകൊണ്ട് നമ്മൾ ടാൻ തീറ്റൻ്റെ റിസൾട്ടാണ് ഇവിടെ കൊടുത്തത്. അപ്പോൾ dyn ഡിവൈഡ് ബൈ D ഇസിക്കൽ ടു n ലാംഡ എന്ന് കിട്ടി. ഇനി നമ്മൾ ടേംസിനെ നമുക്ക് yn ആണ് കാണുന്നത്, അല്ല മുകളിലത്തെ പൊസിഷനാണ് കാണുന്നത്. yn എന്ന് പറയുന്നത് നമ്മളിവിടെ ജസ്റ്റ് ഒരു വേരിയബിളാണ് എടുത്തത്, പൊസിഷൻ ഏതും ആവാം. ഓക്കെ, അപ്പോൾ yn കാണാനുള്ള ഇക്വേഷൻ നമ്മളവിടെ ടേംസ് റീഅറേഞ്ച് ചെയ്തിട്ട് നമ്മൾ yn കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്തു. yn ഇസിക്കൽ ടു nd ലാംഡ ഡിവൈഡ് ബൈ D. ഇതാണ് നമ്മൾ yn, അതായത് പൊസിഷൻ ഓഫ് ബ്രൈറ്റ് ഫ്രിഞ്ച് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. ഇത് വെച്ചിട്ട് ഡയറക്റ്റായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്.
അപ്പോൾ n എന്ന് പറയുന്നത് ഞാൻ മുകളിൽ പറഞ്ഞ പോലെ തന്നെ n is equal to 1 2 3 ആണ്. സപ്പോസ് നമ്മൾ n is equal to 1 എന്ന് കൊടുത്താൽ ഫസ്റ്റ് ബ്രൈറ്റ് ഫ്രിഞ്ചിൻ്റെ പൊസിഷൻ എവിടെ നമുക്ക് കിട്ടും. ഇഫ് n is equal to 2 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ സെക്കൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചിൻ്റെ പൊസിഷൻ നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെ ആൾട്ടർനേറ്റീവ്ലി നമുക്ക് എന്നിൻ്റെ വാല്യൂ മാറ്റി കൊടുത്താൽ ഓരോ ബ്രൈറ്റ് ഫ്രിഞ്ചിൻ്റെയും പൊസിഷൻ നമുക്ക് കിട്ടും. അടുത്തായിട്ട് നമ്മൾ ഡാർക്ക് ഫ്രിഞ്ചിൻ്റെ പൊസിഷനാണ് കാണുന്നത്, അല്ലെങ്കിൽ മിനിമ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ റിസ്ട്രിക്റ്റീവ് എന്നും പറയും. മുകളിൽ അതുപോലെ തന്നെ ബ്രൈറ്റ് ഫ്രിഞ്ചിനെ നമ്മൾ മാക്സിമം എന്നും പറയുന്നു. ഓക്കെ, ഇതിൽ നമ്മൾ പ്രൂഫ് കണ്ടുപിടിക്കുന്നത് പാത്ത് ഡിഫറൻസ് ഡി സൈൻ തീറ്റ എന്ന് പറയുന്നത് n+1/2 ഇൻറ്റു ലാംഡയോട് ഈക്വലാണ്. ഓക്കെ, ഇനി നമ്മൾ മുകളിൽ കൊടുത്ത പോലെ തന്നെ ഡി സൈൻ തീറ്റയ്ക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. yn/d നമ്മൾ ഫിഗറിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നതാണ്. ഇവിടെ നമ്മൾ yn കാണാനുള്ള ടേംസ് റീഅറേഞ്ച് ചെയ്യാണ്. ഡി അങ്ങോട്ട് കൊണ്ടുപോയി ഡി ഡിനോമിനേറ്ററിൽ വരും. സോ yn is equal to n+1/2 d λ/d. ഇതെന്ന് പറയുന്നത് പൊസിഷൻ ഓഫ് ഡാർക്ക് ഫ്രിഞ്ച് കാണാനുള്ള ഇക്വേഷനാണ്. ഇത് നമ്മൾ ഇതേപോലെ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചാൽ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യൻ റിസൾട്ട് അപ്ലൈ ചെയ്യാം. നമുക്ക് ഇത്രയും ഡെറിവേഷൻ എക്സാമിന് ചെയ്യാൻ സമയം ഉണ്ടാവില്ല. നിങ്ങൾ എത്രത്തോളം ഇക്വേഷൻസ് മെമ്മറൈസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് സമയം ലാഭിക്കാൻ കഴിയും. ഓക്കെ, ഇവിടെ ഒരു എക്സെപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ n is equal to 0 തൊട്ടാണ് തുടങ്ങുന്നത്, 0 1 2 3. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് പൊസിഷൻ ഓഫ് ഡാർക്ക് ഫ്രിഞ്ചിൻ്റെ ആണ് കാണേണ്ടതെങ്കിൽ n is equal to 0 എന്നാണ് പുട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ n is equal to 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ സെക്കൻഡ് ഡാർക്ക് ഫ്രിഞ്ചിൻ്റെ പൊസിഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അതങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കണം, അല്ലെങ്കിൽ നമുക്കത് ചില സമയത്ത് കൺഫ്യൂഷൻ ആയി വരും. ഓക്കെ, നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക, അതിനെപ്പറ്റി ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കുക നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഇത് IIC ബാംഗ്ലൂർ 2009 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എ യങ്സ് ഡബിൾ സ്ലിറ്റ് apparatus has a slit separation of 0.5 millimeter and a screen placed at a distance of 100 centimeter from the slits. When illuminated by a 632 nanometer helium neon laser, the position of the first intensity minima with respect to the central maximum will be. ഓക്കെ, ക്വസ്റ്റ്യൻ നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്നുകൂടി വായിക്കേണ്ടതാണ്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ദ പൊസിഷൻ ഓഫ് ദ ഫസ്റ്റ് ഇൻറ്റൻസിറ്റി മിനിമ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഓക്കെ, നമുക്കിവിടെ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് സ്ലിറ്റ് സെപ്പറേഷൻ തന്നിട്ടുണ്ട് 0.5 millimeter. അതിനുശേഷം സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 100 centimeter. ഓക്കെ, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 632 നാനോമീറ്റർ ആണ്. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ഇൻറ്റൻസിറ്റി മിനിമൻ്റെ പൊസിഷൻ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. yn is equal to n+1/2 ഇൻറ്റു d λ/d. അപ്പം എങ്ങനെ നമുക്കത് ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് സ്ലിറ്റ് സെപ്പറേഷൻ സ്മോൾ ലെറ്റർ d 0.5 millimeter ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മില്ലിമീറ്റർ നമ്മൾ മീറ്ററിലേക്ക് മാറ്റണം. അപ്പോൾ ഇൻറ്റു 10⁻³ എന്ന് പറയുന്ന ടേം വരും. അപ്പോൾ 0.5 ഇൻറ്റു 10⁻³ millimeter എന്ന് സ്ലിറ്റ് സെപ്പറേഷൻ കിട്ടി. അതുപോലെ തന്നെ സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് 100 centimeter ആണ്. അപ്പോൾ സെൻറ്റിമീറ്റർ നമ്മൾ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ 100 ഇൻറ്റു 10⁻² മീറ്റർ എന്ന് വരും. ഓക്കെ, അടുത്ത വേവ് ലെങ്ത് ആണ്. വേവ് ലെങ്ത് 632 നാനോമീറ്റർ ആണ്. ഈ നാനോമീറ്റർ നമ്മൾ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ ഇൻറ്റു 10⁻⁹ വരും. ഇത് ഞാൻ ക്വസ്റ്റ്യനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് മിനിമേൻ്റെ പൊസിഷനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് മിനിമം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ n is equal to 0 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ y1 is equal to 1/2 ഇൻറ്റു d λ/d വരും. നമ്മൾ മുകളിൽ എഴുതിയിട്ടുള്ള വാല്യൂസൊക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. അതിനുശേഷം നമ്മൾ കാൽക്കുലേഷൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടും 632 ഇൻറ്റു 10⁻⁻6 മീറ്റർ. അപ്പോൾ 10⁻⁻6 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി നമ്മൾ മാറ്റുമ്പോൾ -6 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എന്താണ്, മൈക്രോൻ്റെ യൂണിറ്റ് ആണ്. അപ്പോൾ 632 മൈക്രോമീറ്റർ എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ 632 എന്ന് പറയുന്നത് ഫോർത്ത് ഓപ്ഷനാണ്, ഡി.
അപ്പോൾ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഇത് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. 2017 ചോദിച്ചതാണ്. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ഫിസിക്സിന് വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യയിലുള്ള. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. മോണോക്രോമാറ്റിക് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 600 നാനോമീറ്റർ ഈസ് ഇൻസിഡൻറ്റ് ഓൺ 2 slits of spacing 0.15 millimeter and the resulting intensity pattern is observed on a screen 1.5 meter away. The location of the first maximum is at. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് മാക്സിമത്തിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്നുള്ള കാണാനുള്ള ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് എന്നത് ലൈറ്റിൻ്റെ വേവ് ലെങ്ത് തന്നിട്ടുണ്ട് 600 നാനോമീറ്റർ. സ്ലിറ്റ് സെപ്പറേഷൻ, അതായത് രണ്ട് സ്ലിറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 0.15 മില്ലിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തത് സ്ക്രീനും സ്ലിറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് 1.5 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. അത് ഇവിടെ അവർ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ക്യാപിറ്റൽ ലെറ്റർ ഡി, 1.5 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഗിവൺ ക്വാണ്ടിറ്റീസ് ഒന്ന് വേവ് ലെങ്ത് തന്നിട്ടുണ്ട് 600 നാനോമീറ്റർ. ഈ നാനോമീറ്റർ നമ്മൾ മീറ്ററേക്ക് മാറ്റുമ്പോൾ ഇൻറ്റു 10⁻⁹ എന്ന് പറയുന്ന ടേം വരും. ഓക്കെ, അടുത്ത് സ്ലിറ്റ് സെപ്പറേഷൻ ആണ് സ്മോൾ ലെറ്റർ ഡി, 0.15 മില്ലിമീറ്റർ. അപ്പം മില്ലിമീറ്റർ നമ്മൾ മീറ്ററേക്ക് മാറ്റുമ്പോൾ ഇൻറ്റു 10⁻³ മീറ്റർ എന്ന് വരും. ഓക്കെ, അടുത്തത് നമ്മൾ സ്ലിറ്റും സ്ക്രീനും തമ്മിലാണ് 1.5 മീറ്റർ. ഇത് സെയിം യൂണിറ്റ് തന്നെയാണ്, നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്ക് പൊസിഷൻ ഓഫ് ബ്രൈറ്റ് ഫ്രിഞ്ച് കാണാനുള്ള ഇക്വേഷൻ yn = nd λ/d ആണ്. നമ്മൾ ഫസ്റ്റ് ബ്രൈറ്റ് ഫ്രിഞ്ച് ആണ് കാണുന്നുണ്ട്, നമ്മൾ n = 1 എന്ന് ഇവിടെ കൊടുക്കും. അപ്പോൾ y1 = 1 × d λ/d നീട്ടി നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സിമ്പിൾ കാൽക്കുലേഷൻ ആണ്, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. 6 × 10⁻³ മീറ്റർ എന്ന് കിട്ടും. ഈ -3 പറയുന്നത് 10⁻³ എന്ന് പറയുന്നത് മില്ലിമീറ്റർ ആണ്. അപ്പോൾ 6 × 6 മില്ലിമീറ്റർ എന്ന് വരും. ഓക്കെ, ഓപ്ഷനിൽ ചെക്ക് ചെയ്യുമ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇത് അപ്പോൾ ഏകദേശം നമ്മൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി 1-2 കേസും കൂടി യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പീരിയൻസിനെ പറ്റി പറയാനുണ്ട്. അത് നമുക്ക് അടുത്ത ലെക്ചറിൽ പറയാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.